Good morning. Okay, Shanadi Taylor. Okay, okay. ഞാൻ നിങ്ങളുടെ പേരൊക്കെ വായിക്കണതേ ഇപ്പൊ നമുക്ക് കുറച്ച് ദിവസം ആകുമ്പോഴത്തേക്ക് നമുക്ക് നിങ്ങളുടെ പേരൊക്കെ ഓക്കെ ആവുമല്ലോ. അതുകൊണ്ടാട്ടോ ഓരോരുത്തരെ പേഴ്സണലിനെ വിളിച്ച് നമുക്ക് പരിചയപ്പെടാനുള്ള സമയമില്ല. നമ്മുടെ ക്ലാസ്സൊക്കെ വേഗം തീർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ റിവിഷൻ തരാമല്ലോ എന്ന് വിചാരിച്ചിട്ടാട്ടോ. നമുക്ക് ആ ക്ലാസ്സുകൾ അങ്ങനെ തീർന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സമയം അനുസരിച്ച് നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഓക്കെ, നമ്മൾ ആ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ആണ് നമ്മൾ പറഞ്ഞല്ലേ. ഓർക്കണ്ടോ? വായിച്ചു നോക്കിയായിരുന്നു ഇന്നലത്തെ ക്ലാസ്സിലുള്ളത്. ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ഏതൊക്കെ നമ്മൾ 4 കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഫസ്റ്റ് ഏതായിരുന്നു? രജിസ്ട്രേഷൻ പറഞ്ഞു. പിന്നെ അടുത്തത് ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്, അല്ലെ, ഗസ്റ്റിന് കൊടുക്കാനുള്ള ഇൻഫർമേഷൻസ്. പിന്നെ അടുത്ത ക്യാഷ് കളക്ഷൻ. മൂന്നാമത്തെ ക്യാഷ് കളക്ഷൻ, ക്യാഷ് കളക്ട് ചെയ്യുക. ദെൻ ഇൻഫർമേഷൻ ഓർ എൻക്വയറി ഹാൻഡ്ലിംഗ്. നമ്മുടെ പേഷ്യൻസ് അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ നമുക്ക് അവർക്കുള്ള ഇൻഫർമേഷൻ അവരെന്തെങ്കിലും എൻക്വയറി നടത്തുവാണെങ്കിൽ അതെല്ലാം കൈകാര്യം ചെയ്യുക. ഇത്രയും 4 ഫംഗ്ഷൻ അല്ലേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അല്ലെ? ഫ്രണ്ട് ഓഫീസിന്റെ 4 ഫംഗ്ഷൻ അല്ലേ പറഞ്ഞത്? ഓക്കെ അല്ലേ? ഇതൊക്കെയായിരുന്നു രജിസ്ട്രേഷൻ. കാര്യം ഒന്ന് പറഞ്ഞേ. രജിസ്ട്രേഷൻ, then information to the guest, cash collection, information or enquiry handling. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിയേ റിപ്പോർട്ട് മേക്കിംഗ്. അടുത്തൊരു ഫംഗ്ഷൻ ആണ്. ഏതാണ്? ലാസ്റ്റ് 5ാമത്തെ ഫംഗ്ഷൻ ആണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. എന്താണ് റിപ്പോർട്ട് മേക്കിംഗ്? റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. ഓക്കെ, സെൻസസ് റിപ്പോർട്ട്. എന്താ സെൻസസ് റിപ്പോർട്ട്? നമ്മുടെ വീട്ടിലൊക്കെ സെൻസസ് എടുക്കാൻ വരാറില്ലേ? അല്ലെ? എത്ര ആളുകളുണ്ട് ഇവിടെ, അല്ലെ? മെയിൽ എത്രയുണ്ട്, ഫീമെയിൽ എത്രയുണ്ട്, പഠിക്കുന്നവരുണ്ട് എത്ര പേരുണ്ട്, ജോലിക്ക് പോണവർ എത്രയുണ്ട് എന്നൊക്കെ ചോദിച്ചാൽ സെൻസസ് എടുക്കാൻ വരില്ലേ? അല്ലെ? സെൻസസ് എടുക്കാൻ വരാറില്ലേ? അപ്പോ ഈ ഫ്രണ്ട് ഓഫീസിന്റെ മറ്റൊരു ഫംഗ്ഷൻ ആണ് ഇത് റിപ്പോർട്ട് മേക്കിംഗ്. റിപ്പോർട്ട് തയ്യാറാക്കുക. അതിൽ ഒന്നാമത്തെയാണ് സെൻസസ് റിപ്പോർട്ട്. എന്താ? ഒരു പർട്ടിക്കുലർ ടൈമില് ആ ഒരു ഹോസ്പിറ്റലിലേക്ക് എത്രത്തോളം എത്ര പേഷ്യൻസ് എത്തി, അല്ലെങ്കിൽ എത്രത്തോളം പേഷ്യന്റ് വന്നു എന്നൊക്കെ കാണിക്കുന്ന ആ പേഷ്യന്റിനെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒരു പർട്ടിക്കുലർ ടൈമില് ആ ഹോസ്പിറ്റലിലേക്ക് എത്തിയ പേഷ്യൻസിനെയൊക്കെ കൗണ്ട് ചെയ്യുന്നതിനെയാണ് സെൻസസ് റിപ്പോർട്ട് എന്ന് പറയുന്നത്. പിന്നെ നോക്കിയേ അതേഴ്സ് റിപ്പോർട്ട്. മറ്റുള്ള റിപ്പോർട്ടുകൾ, എല്ലാ ഡിപ്പാർട്ട്മെന്റിലേക്കും ആവശ്യമായിട്ടുള്ള മറ്റുള്ള റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതും ആരാണ്? ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലാണ്. ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫംഗ്ഷൻ ആണ്. ക്ലിയർ ആയില്ലേ റിപ്പോർട്ട് മേക്കിംഗ്? ഇനി നെക്സ്റ്റ് വൺ നോക്കിയേ. ഡു യു നോ വൈ കസ്റ്റമർ ലീവ്? നിങ്ങൾക്ക് അറിയാമോ എന്താണ്, എന്ത് കാരണം കൊണ്ടാണ് കസ്റ്റമർ ലീവ് ചെയ്യുന്നേ? ഒരു ഹോസ്പിറ്റലിൽ നിന്ന് കസ്റ്റമർ ലീവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? വൈ ദ കസ്റ്റമർ ലീവ്? നോക്കി അതിനകത്ത് ഓരോ പെർസെന്റേജ് അവിടെ തന്നേക്കണം കേട്ടോ. 1% ഡൈ. 1% ആളുകള് ഹോസ്പിറ്റലിൽ പോകുന്നത് എങ്ങനെയാ? ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് എങ്ങനെയാ? മരിക്കുന്നത് മൂലം. ഡൈ, അല്ലേ? ഹോസ്പിറ്റലിൽ ഇരിക്കുന്ന പേഷ്യൻസ് ചിലപ്പോ മരിക്കാം. അപ്പൊ അങ്ങനെ 1% ആളുകള് എങ്ങനെയാ ഹോസ്പിറ്റലിൽ വിട്ടു പോകാം. ഇനി 3% മൂവ് അവേ. 3% ആളുകൾ അകന്നു പോകുന്നു, ഹോസ്പിറ്റലിൽ നിന്ന് അകന്നു പോകുന്നു. അതായത് വേറെ ഹോസ്പിറ്റലിലേക്ക് വേണമെങ്കിൽ പോകാം, അല്ലെ? ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴോ കുറച്ചും കൂടി ബെറ്റർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് വേണമെങ്കിൽ എന്താ ഹോസ്പിറ്റലിൽ നിന്ന് അകന്നു പോകാം. പല കാരണങ്ങളാകാം കേട്ടോ. 3% ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നത് എങ്ങനെയാ? 3% മൂവ് അവേ, അകന്നു പോവുക. 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്. 5% ആളുകൾ മറ്റുള്ള ബന്ധങ്ങൾ വഴി, അല്ലെ? നമ്മുടെ ബന്ധുക്കളൊക്കെ വേറെ ഹോസ്പിറ്റലുണ്ട്, അവർ ആരെങ്കിലും ഒക്കെ പ്രിഫർ ചെയ്യുവാണെങ്കിൽ നമ്മൾ അങ്ങോട്ട് പോവില്ലേ? അല്ലേ? അങ്ങോട്ട് പോവില്ലേ? ഇവിടെ നല്ല ട്രീറ്റ്മെന്റ്, കുറച്ചും കൂടി ബെറ്റർ ഉണ്ട്, ഇതിന് പ്രത്യേക സെക്ഷൻ ഉണ്ട്, എന്റെ റിലേറ്റീവ് ആണ്, എന്റെ പരിചയത്തിലുള്ള ആളാണ് ഡോക്ടർ, അപ്പൊ ഞാൻ അറിയാം നമുക്ക് കുറച്ചും കൂടി ഇതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ നമ്മുടെ ഒരു റിലേഷൻഷിപ്പ് വഴി നമുക്ക് 5% ആളുകള് ഹോസ്പിറ്റലിലേക്ക് പോകാം. ഇനി 9% ലീവ് ഫോർ കോമ്പറ്റീറ്റീവ് റീസൺസ്. കോമ്പറ്റീറ്റീവ്, അതായത് മത്സര സ്വഭാവമുള്ള. ഇപ്പൊ നമുക്ക് 9% ആളുകൾ, ഇപ്പൊ നമ്മൾ പറയാണ് എല്ലാം ഒരു കോമ്പറ്റീഷൻ അല്ലേ?
എല്ലാ ഫീൽഡും. ഇപ്പൊ നമ്മുടെ ഒരു കോമ്പറ്റീറ്റീവ്, ഇപ്പൊ നമ്മുടെ ഈ ഹോസ്പിറ്റലിനേക്കാളും ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുന്ന വേറൊരു ഹോസ്പിറ്റൽ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്, അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് എങ്ങനെ ആ ഒരു കാരണം കൊണ്ട് 9% ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് ലീവായി പോകാം. അടുത്ത് നോക്കിയേ, 40% are dissatisfied with the product or services. 14% ആളുകൾ എങ്ങനെയാ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന സേവനം, അവിടുന്ന് കൊടുക്കുന്ന പ്രൊഡക്റ്റ്, അതില് അസംതൃപ്തരായിട്ട് 14% ആളുകൾ ഹോസ്പിറ്റലിൽ നിന്ന് പോകാം. എങ്ങനെയാ? അപ്പൊ നല്ല സർവീസ് കൊടുത്തില്ലെങ്കിൽ അവിടുന്ന് ആളുകൾ അവരുടെ ട്രീറ്റ്മെന്റിൽ അവർക്ക് സാറ്റിസ്ഫൈഡ് ആയിരിക്കോ? അവര് സംതൃപ്തരായിരിക്കോ? അല്ലെ? അങ്ങനെ വേണമെങ്കിൽ പോകാം. നിങ്ങളിപ്പോ അങ്ങനെ പോയിട്ടുണ്ടോ? നമ്മൾ ചെല്ലുന്ന ഹോസ്പിറ്റലിൽ നിന്ന് നല്ല സർവീസ് കിട്ടുള്ള, നമ്മൾ അവർ തരുന്ന ട്രീറ്റ്മെന്റിൽ സംതൃപ്തരല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ശരണ്യ ഇട്ടിട്ടുണ്ട് അല്ലെ? നമ്മളും അങ്ങനെ പോയിട്ടുണ്ട് അല്ലെ? കുറച്ചും കൂടി ബെറ്റർ ട്രീറ്റ്മെന്റ് കിട്ടുക, അല്ലെങ്കിൽ നമുക്ക് മര്യാദയ്ക്ക് നമ്മൾ ചെന്നു അല്ലെ, നമ്മൾ അവര് പാവത്തിന് കെയർ ചെയ്യുന്നില്ല, മെഡിസിൻസ് ഒക്കെ ആണെങ്കിലും നല്ലത് കറക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള എന്തെങ്കിലും കാരണം കൊണ്ട് ഈ ഹോസ്പിറ്റലിൽ ഏതെങ്കിലും ഭാഗത്ത് നിന്ന് അവർ തരുന്ന സർവീസിൽ നമ്മൾ അസംതൃപ്തരാണെങ്കിൽ നമ്മൾ എന്താ അങ്ങനെ ഒരു 14%ഓളം ആളുകൾ ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നുണ്ട്. അടുത്ത് നോക്കിയേ, 68% കൂടുതൽ ആളുകള് അല്ലെങ്കിൽ 68% ആളുകളും എന്ത് കാരണം കൊണ്ടാണ് നോക്കിയ ഹോസ്പിറ്റലിൽ പോകുന്നത്? ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കേർട്ടിയസ് സർവീസസ്. റൂഡ് എന്ന് വെച്ചാൽ റൂഡ് ഒരു പരുക്കനായിട്ടുള്ള അല്ലെ, എന്താ പറയാ, റൂഡാണ്, പെരുമാറ്റം റൂഡാണ് അല്ലെ? ആ ഹോസ്പിറ്റലിലെ ഒരു പരുക്കനായിട്ടുള്ള ഒരു പെരുമാറ്റോ അല്ലെങ്കിൽ ഡിസ്കേർട്ടിയസ് എന്ന് പറഞ്ഞാൽ എന്താ, മര്യാദയില്ലാത്ത സർവീസ് കാരണം. ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കേർട്ടിയസ് സർവീസസ്, മര്യാദയില്ലാത്ത സർവീസ് കാരണം 68% ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് ലീവ് ആവാം, വേറെ സ്ഥലങ്ങളിലേക്ക് പോകാം, ലെഫ്റ്റ് ആവാം. ഓക്കെ, അതിന്റെ പെർസെന്റേജ് ഒന്നും എക്സാമിന് ചോദിക്കാറില്ല കേട്ടോ, എങ്കിലും ഒന്ന് വായിച്ചു വെച്ചേക്കാം. ക്ലിയർ അല്ലാതെ 1% ആളുകൾ ഡൈ ആയി പോകുന്നുണ്ട്, 3% മൂവ് അവേ, 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്പ്, 9% ലീവ് ഫോർ കോമ്പറ്റീറ്റീവ് റീസൺസ്, 40% എങ്ങനെയാണ് ഡിസ്സാറ്റിസ്ഫൈഡ് വിത്ത് ദ പ്രൊഡക്റ്റ് ഓഫ് സർവീസസ്, then 68% ലീവ് ബിക്കോസ് ഓഫ് റൂഡ് ഓർ ഡിസ്കേർട്ടിയസ് സർവീസസ്. ഹോസ്പിറ്റലിൽ നിന്നുള്ള പെരുമാറ്റം, അതെല്ലാം നമ്മൾ ഫ്രണ്ട് ഓഫീസിലൊക്കെ നല്ല രീതിയിൽ അവരോട് നല്ല മര്യാദയോട് കൂടി പൊളൈറ്റ് ആയിട്ട് നമ്മൾ നല്ലൊരു ഫ്രണ്ട്ലി മാനറില് അല്ലെ നല്ല രീതിയിലൊക്കെ പെരുമാറുന്നു എന്ന് പറയുന്നത് അല്ലേ? അതല്ലേ ഫ്രണ്ട് ഓഫീസിൽ നമ്മൾ അത്രയും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. പേഷ്യൻസ് ഒക്കെ ഫസ്റ്റ് കോണ്ടാക്ട് ചെയ്യുന്ന സ്ഥലമാണ്, അതുകൊണ്ട് അവരോട് നല്ല മര്യാദയിലും നല്ല പൊളൈറ്റ് ആയിട്ടും നല്ല രീതിയിലൊക്കെ സംസാരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ തന്നെ ഒരു മോശമായിട്ടുള്ള ഇതാണെങ്കിൽ അപ്പൊ തന്നെ അവരവിടെ നിന്ന് പോകാം അല്ലേ? ഇപ്പൊ ഹോസ്പിറ്റലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന മര്യാദ ഇല്ലാത്ത പെരുമാറ്റം അല്ലെങ്കിൽ ഒരു റൂഡായിട്ടുള്ള പരുക്കനായിട്ടുള്ള ആ ഒരു സർവീസ്, അത് കാരണമാണ് കൂടുതൽ ആളുകളും ഹോസ്പിറ്റലിൽ നിന്ന് ലെഫ്റ്റ് ആയി പോകുന്നത്, ലീവ് ആവുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അത്രയും ക്ലിയർ ആണോ? യെസ്. എല്ലാവരും ഒരു ക്ലാസ് കഴിഞ്ഞതിന്റെ ഒരു ഇതിലാണോ? നിങ്ങൾ ഇടയ്ക്ക് ഒന്ന് ബ്രേക്ക് കിട്ടുമ്പോൾ ഇത്തിരി വെള്ളമൊക്കെ കുടിക്കണല്ലേ? ഇല്ലേ? ഒരു ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോ അതിനുള്ള സമയം കിട്ടണല്ലേ? ഞങ്ങൾ ഒരു ക്ലാസ് കഴിഞ്ഞ് അപ്പൊ തന്നെയാണ് അടുത്ത ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പൊ ആ ഒരു സമയം കൊണ്ട് നിങ്ങൾക്ക് 1-2 മിനിറ്റ് ഒക്കെ കിട്ടുമല്ലോ അല്ലേ? ആ സമയം കൊണ്ട് ഇത്തിരി വെള്ളമൊക്കെ കുടിച്ച് മുഖമൊക്കെ ഒന്ന് കഴുകി പെട്ടെന്നൊന്ന് ഫ്രഷ് ആയിരിക്കുക കേട്ടോ. ഓക്കെ, ഇനി കണ്ടിന്യൂസ് നമ്മൾ ഇരിക്കുമ്പോഴേ നമുക്ക് ബോറടിക്കും. ബോറടിക്കണ്ടോ? ബോറടിക്കണ്ടോ? ഇല്ല. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, ദ കസ്റ്റമർ വാണ്ട്സ് യു ടു. കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുന്നത്? ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഒരു കസ്റ്റമർ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്? നമ്മളിപ്പോ ഒരു കടയിൽ ചെല്ലാണ്, നമ്മൾ കുറച്ച് നമ്മുടെ മനസ്സിലുണ്ടാവുമല്ലോ, നമ്മളിപ്പോ നമ്മുടെ നിങ്ങളുടെ റിലേറ്റീവ്സിന് വീട്ടിൽ പോവാണ്, നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാഗ്രഹിക്കും അല്ലെ? അതുപോലെ നമ്മൾ ഹോസ്പിറ്റലിലെ ഫ്രണ്ട് ഓഫീസിലേക്ക് ചെല്ലുമ്പോൾ അവിടെ നിന്ന് പേഷ്യന്റ്, കസ്റ്റമർ എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് ആണ് അല്ലെ? അപ്പൊ പേഷ്യന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടെ ആഗ്രഹിക്കുന്നത്? ഫസ്റ്റ് വൺ നോക്കിയേ, ഗ്രീറ്റ്. എങ്ങനെയാണ്? അവരെ ഉപചാരപൂർവം സ്വീകരിക്കുക, അതല്ലേ?
ഫസ്റ്റ് കസ്റ്റമർ അല്ലെങ്കിൽ പേഷ്യന്റ് ആഗ്രഹിക്കുന്ന കാര്യം എന്താ? അവരെ ഉപചാരപൂർവ്വം, ഗ്രേറ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ്, ഉപചാരപൂർവ്വം സ്വീകരിക്കുക, അല്ലെ? വെൽക്കം ചെയ്യുക, നല്ല രീതിയിൽ വെൽക്കം ചെയ്യുക. നമ്മളൊരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ നമ്മളൊരു വെൽക്കം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കൂലേ, അല്ലെ? അല്ലെങ്കിൽ നമ്മൾ ഒരു വീട്ടിലേക്ക് ചെന്ന് ആരും ഉണ്ടല്ല, നമ്മൾ തന്നെ കയറി പോണതാണോ, അതാ വീട്ടുകാരൊന്ന് ഇറങ്ങി വന്നിട്ട് വാ കയറി വാ എന്നൊക്കെ പറയുമ്പോ അങ്ങനെയല്ലേ നമ്മൾ ആഗ്രഹിക്കണേ, അല്ലേ? നിങ്ങൾക്ക് അങ്ങനെയുള്ള ആഗ്രഹമൊന്നുമില്ലേ? ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് മെസ്സേജ് ചെയ്യാനുള്ള ഇതുകൊണ്ടാണ്. ഓക്കെ, ഉണ്ട് അല്ലെ? അങ്ങനെയാണ്. അപ്പൊ ഫ്രണ്ട് ഓഫീസിൽ ചെല്ലുമ്പോൾ പേഷ്യൻസ് അല്ല കസ്റ്റമർ എന്താ ആഗ്രഹിക്കുന്നത്? അവരെ നല്ല രീതിയിൽ എന്താ സ്വീകരിക്കുക. അടുത്ത് നോക്കിയ വാല്യൂ, അവർക്ക് നല്ല മൂല്യം കൊടുക്കുക. ഇപ്പൊ പാവപ്പെട്ടവനാകട്ടെ പണക്കാരനാകട്ടെ ആരായിക്കോട്ടെ പല കാറ്റഗറിയിലുള്ള പേഷ്യൻസ് വരുന്നുണ്ട്, അല്ലെ? അപ്പൊ അവർക്ക് നല്ല മൂല്യം കൊടുക്കുക, അവർക്ക് നല്ല വാല്യൂ കൊടുക്കുക, അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുക. അടുത്ത നോക്കിയ ഹെൽപ്പ്, അടുത്തൊരു കാര്യമാണ്. നമ്മളെ സഹായിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കൂലേ, അല്ലെ? നമ്മളിപ്പോ ആദ്യമായിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോ ആ ഹോസ്പിറ്റലിലേക്ക് പോകണേ. അപ്പൊ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ, ഏതൊക്കെ ഡോക്ടേഴ്സ് സെക്ഷൻ ഇതൊന്നും നമുക്ക് അറിയില്ല, ലാബ് എവിടെയാണ് ഓരോ സെക്ഷനുകളൊന്നും നമുക്ക് ക്ലിയർ ആയിട്ട് അറിയില്ലെങ്കിൽ നമ്മളിപ്പോ ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് നമ്മൾ ആഗ്രഹിക്കും. അടുത്തൊക്കെ ലിസൺ, പിന്നീട് കാര്യം നമ്മളെ ശ്രദ്ധിക്കണം, കേൾക്കണം, ലിസൺ ചെയ്യുക, എന്താ കേൾക്കാൻ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കല്ലേ, അല്ലാതെ അവര് പറയുന്ന മാത്രം നമുക്ക് കേട്ടാൽ മതിയോ? നമുക്കും പറയാനുണ്ടാവില്ലേ, അല്ലെ? എന്തെങ്കിലും നമുക്ക് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കാനൊക്കെ ഉണ്ടാവും. നമ്മൾ പറയുന്ന കാര്യങ്ങളും കൂടി കേൾക്കണമെന്ന് ആഗ്രഹിക്കും. പിന്നെ ഇൻവൈറ്റ് ബാക്ക്, തിരികെ ക്ഷണിക്കുക. എന്താ തിരികെ ക്ഷണിക്കുക എന്ന് പറയുന്നേ? ഇനിയും വീണ്ടും ഹോസ്പിറ്റലിലേക്ക് വന്ന അല്ലെങ്കിൽ ഫോളോ അപ്പ് ഒക്കെ എടുക്കൂലേ നമ്മള്, അതേ ട്രീറ്റ്മെന്റിന്റെ കണ്ടിന്യൂറ്റി കിട്ടാൻ വേണ്ടി ഹോസ്പിറ്റലില് ചിലപ്പോ ഫോൺ കോളിലൂടെയോ അല്ലെങ്കിൽ മെസ്സേജ് വഴിയോ ഒക്കെ നമ്മളൊന്ന് ഓർമ്മിപ്പിക്കൂലേ? ഇപ്പൊ നമ്മൾ ഒരു പ്രാവശ്യം ചെന്നു, ഇനിയിപ്പോ അടുത്ത അപ്പോയിന്റ്മെന്റ് ചിലപ്പോ നമ്മൾ ബുക്ക് ചെയ്തിട്ട് തന്നെ നമുക്ക് വരാം, അല്ലെ? അടുത്ത മാസം 28-ാം തീയതിക്ക് ബുക്ക് ചെയ്തു വീണ്ടും. അപ്പൊ അവരൊരു 25-ാം തീയതി അല്ലെങ്കിൽ 26-ാം തീയതി ഒക്കെ ആകുമ്പോൾ നമ്മളെ ഒന്ന് വിളിക്കും, അല്ലെ? ഫോണിലൂടെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് 28-ാം തീയതിയാണ്, മോർണിംഗിൽ 10 മണിയാകുമ്പോഴത്തേക്ക് എത്തണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് നമ്മളൊന്ന് ക്ഷണിക്കൂലേ, വിളിക്കൂലേ? ആരെങ്കിലും ഒക്കെ അവനെ വിളിക്കാറുണ്ടോ? വിളിച്ചിട്ടുണ്ടോ? വിളിക്കും, അല്ലെ? അപ്പൊ നമ്മൾ അങ്ങനെ, അതാണ് ഇൻവൈറ്റ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളെല്ലാം ഒരു ഫ്രണ്ട് ഓഫീസിൽ നിന്ന് കസ്റ്റമർ ആഗ്രഹിക്കുന്നതാണ്. ക്രിയേറ്റ് വാല്യൂ, ഹെൽപ്പ്, ലിസൺ, ഇൻവൈറ്റ് ബാക്ക്. എന്നാ നോട്ട് ചെയ്തിട്ടോ കേട്ടോ. അത് എക്സാമിന് നമുക്ക് ചോദിക്കാം. എന്തൊക്കെ കാര്യങ്ങളാണ് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് ഒരു പേഷ്യന്റ് ആഗ്രഹിക്കുന്നത്, ഒരു കസ്റ്റമർ ആഗ്രഹിക്കുന്നത്? ടിക്കറ്റ് വെച്ച് അവിടെ. ഓക്കെ, ഇനി അടുത്ത നോക്കിയേ, ഏരിയ കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ, OPD ഏരിയ. ഫ്രണ്ട് ഓഫീസ് അല്ലെങ്കിൽ OPD ഏരിയയുടെ കീഴിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ. ഫ്രണ്ട് ഓഫീസിന്റെ അല്ലെങ്കിൽ ഔട്ട് പേഷ്യന്റ് ഏരിയയുടെ കീഴിൽ വരുന്ന ഏരിയകൾ ഏതൊക്കെയാണ്? ഇതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഏതൊക്കെ ഏരിയ ആണെന്നുള്ളത്. ഏതൊക്കെ വരുന്നത്? മെയിൻ റിസപ്ഷൻ. ഏതാണ് ഒന്നാമത്തത്? ഫ്രണ്ട് ഓഫീസിന്റെ ഒക്കെ കീഴിൽ വരുന്ന ഏരിയ മെയിൻ റിസപ്ഷൻ. നമ്മൾ റിസപ്ഷൻ രജിസ്റ്റർ ചെയ്യൂലേ? റിസപ്ഷൻ ഏരിയ ഉണ്ട്, മെയിൻ റിസപ്ഷൻ ഏരിയ ഉണ്ട്. അടുത്ത കൺസൾട്ടേഷൻ റൂംസ്, കൺസൾട്ട് ചെയ്യാനുള്ള ഡോക്ടർമാർ ഇരിക്കുന്ന റൂമുകളില്ലേ? കൺസൾട്ടേഷൻ റൂം, കൺസൾട്ട് ചെയ്യുന്ന റൂമുകള്. പിന്നെ അടുത്തതാണ് ഡയഗ്നോസ്റ്റിക്, ഡയഗ്നോസിസ് ചെയ്യൂലേ? ECG, എക്കോ, MRI, CT സ്കാൻ, സാമ്പിൾ കളക്ഷൻ, ഇങ്ങനെയുള്ള ഡയഗ്നോസ്റ്റിക് ഏരിയ. കണ്ടോ? ഡയഗ്നോസ്റ്റിക് റൂംസ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഏരിയ, ഇതെല്ലാം ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയകളാണ്. ഏതൊക്കെയാ? മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക് ഏരിയ. ECG അറിയാലോ? ECG എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം. അറിയില്ലാത്തവര് ഒന്ന് എഴുതി വെച്ചോ കേട്ടോ. ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ഞാൻ പറഞ്ഞതാണ്, നമുക്കൊരു 1-2 ക്വസ്റ്റ്യൻസ്, 2 അതിൽ കൂടുതൽ ഉണ്ടാവും എക്സ്പാൻഡഡ് ഫോം ചോദിക്കാനായിട്ട്. പല ചാപ്റ്ററിൽ നിന്നും ഒക്കെ ആയിട്ട് 2-3 എക്സ്പാൻഡഡ് ഫോം ചോദിക്കാം. ഏതാ നമുക്ക് ചോദിക്കാന്ന് അറിയില്ലല്ലോ. അപ്പൊ ഓരോന്നും ഇങ്ങനെ എക്സ്പാൻഡഡ് ഫോം കാണുമ്പോൾ ഒപ്പം തന്നെ നിങ്ങൾ നോട്ട് ചെയ്തെടുക്കാം. ECG എന്താ? ഇലക്ട്രോ കാർഡിയോഗ്രാം, ഇലക്ട്രോ കാർഡിയോഗ്രാം. എക്കോ എന്താ? എക്കോ കാർഡിയോഗ്രാം, ECHO, എക്കോ കാർഡിയോഗ്രാം. ഇനി CT സ്കാൻ, MRI ഉണ്ട്. MRI എന്താ അറിയോ?
MRI എന്നുള്ളതിന്റെ എക്സ്പാൻഡഡ് ഫോം മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. വെരി ഗുഡ്. ശരണ്യ ഇവിടെ മെസ്സേജ് ചെയ്തിട്ടുണ്ട്. മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് ആണ് MRI. റേഡിയോളജിയിൽ നമുക്ക് പഠിക്കാനുണ്ട് കേട്ടോ. സെക്കൻഡ് മൊഡ്യൂളിൽ റേഡിയോളജിയിൽ പഠിക്കാനുണ്ട്. ഇമേജിംഗ് ടെക്നോളജികൾ പഠിക്കാനുണ്ട്. MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇനി അന്നേരം ടീച്ചർ ചോദിക്കുമ്പോൾ ഇനി അറിയില്ല എന്ന് പറയരുത് കേട്ടോ. ഏത് ടീച്ചറാണ് ഇത് എടുക്കുന്നതെന്ന് വെച്ചാൽ വേഗം തന്നെ പറഞ്ഞു വിടുക. MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ദെൻ CT. CT എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാൻ. സാമ്പിൾ കളക്ഷൻ. ഇതെല്ലാം ഡയഗ്നോസ്റ്റിക്കിൽ വരുന്ന കാര്യങ്ങളാണ്. ഡയഗ്നോസ്റ്റിക് ഏരിയയിൽ വരുന്ന ECG, എക്കോ, MRI, CT സ്കാൻ, സാമ്പിൾ കളക്ഷൻ. ക്ലിയർ ആയോ? ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏതൊക്കെ ഏരിയ എന്നുള്ളത്? മെയിൻ റിസപ്ഷൻ, കൺസൾട്ടേഷൻ റൂം, ഡയഗ്നോസ്റ്റിക് ഏരിയ. ക്ലിയർ അല്ലേ? ഇടയ്ക്കിടയ്ക്ക് ഒക്കെ ഒരു മെസ്സേജ് വിട്ടോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ഇരുന്ന് ഉറങ്ങും. അവിടെ ഇരുന്ന് വിശക്കുണ്ടോ? ഫുഡൊക്കെ കഴിക്കാറായോ? ഓക്കെ. എനിക്കും അറിയാലോ നിങ്ങൾ അവിടെ ഇരുന്ന് ഉറങ്ങാനുള്ളതെന്ന് മനസ്സിലാക്കാലോ ഇടയ്ക്ക് ഒരു മെസ്സേജ് ഒക്കെ കാണുമ്പോൾ. ഇനി നോക്കിയേ, അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ദ ഫ്രണ്ട് ഓഫീസ് ഡെസ്ക് സ്റ്റാഫ്. ഇനി ഓക്കെ, നിങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ നമ്മുടെ ഈ കോഴ്സ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസിലേക്കാണ് ഒരു ജോലി നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കി വെക്കാലോ. നമുക്ക് ആ രീതിയിൽ ചെയ്യാം. അവരുടെ റോൾ എന്താണ്, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ട, അവർ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ എല്ലാം ഡീറ്റെയിൽ നമുക്ക് പഠിക്കാറുണ്ട്. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. അണ്ടർസ്റ്റാൻഡ് ദ ചാലഞ്ചസ് ഫേസ്ഡ് ബൈ ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്. ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ്, ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫുകൾ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, നോക്കി വെല്ലുവിളികൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ അവർ നേരിടേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്. മാനേജിങ് പേഷ്യൻസ് ഇമോഷൻസ്. ഒന്നാമത്തെ നോക്കി എന്താ പോയിന്റ് വന്നത്? മാനേജിങ് പേഷ്യന്റ് ഇമോഷൻസ്. പേഷ്യൻസിന്റെ ഇമോഷൻസ്. ഇമോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? വികാരങ്ങൾ മാനേജ് ചെയ്യുക, കൈകാര്യം ചെയ്യുക. പേഷ്യൻസിന്റെ ഇമോഷൻസ് കൈകാര്യം ചെയ്യുക. ഇപ്പൊ എല്ലാവരും ഓരോ ഇമോഷനിലാണ് വന്നേ, ഓരോ വികാരത്തോടു കൂടിയാണ് വന്നേ. ചിലര് വളരെ സൈലന്റ് ആയിട്ടുണ്ടാവും, ചിലര് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളുകളായിരിക്കും അല്ലെ. പല രീതിയിലുള്ള ആളുകളെ നമ്മളവിടെ ഹാൻഡിൽ ചെയ്യണ്ടേ അല്ലെ. അപ്പൊ അവർക്കുടെ ഇമോഷൻസ്, അവരുടെ വികാരങ്ങള് ഏത് രീതിയിൽ, ഇപ്പൊ ദേഷ്യമുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ വളരെ സൈലന്റ് ആയിട്ടുള്ളവരോ, ഏത് രീതിയിലുള്ള പേഷ്യൻസ് ആണ്, അവരുടെ ഇമോഷൻസ് എങ്ങനെയാണ് എന്നുള്ളത് നോക്കി അതിനനുസരിച്ച് നമ്മൾ എന്താ കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത് അവര് അങ്ങനെ നമ്മൾ മാനേജ് ചെയ്യും. കിട്ടിയില്ല ഒന്നാമത്തെ പോയിന്റ്, മാനേജിങ് പേഷ്യൻസ് ഇമോഷൻസ്. അടുത്ത് നോക്കിയേ, ഹാൻഡിലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്വിറ്റി. എറ്റിക്വിറ്റി എന്ന് വെച്ചാൽ മര്യാദ. ഫോൺ മര്യാദകൾ പാലിക്കുക. നിങ്ങൾ ഫോൺ വിളിക്കാറുണ്ടല്ലോ അല്ലെ. എന്താ ഫസ്റ്റ് തന്നെ ശരിക്കും നമുക്കൊരു നല്ലൊരു രീതിയിൽ ഫോൺ മര്യാദ എറ്റിക്വിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആദ്യം വിളിക്കുമ്പോൾ ഇന്ന ആളാണ്. ഇപ്പൊ പിന്നെ മൊബൈലിൽ കൂടി ആകുമ്പോൾ നമ്മുടെ നമ്പർ ഓൾറെഡി അവർക്ക് സേവ് ആണെങ്കിൽ നിങ്ങളുടെ പേര് ഓൾറെഡി വരും. അല്ലെങ്കിൽ പണ്ടൊക്കെ ലാൻഡ് ഫോൺ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ വിളിക്കുമ്പോ എന്താ? ഞാൻ ഇന്ന ആളാണ് സംസാരിക്കുന്നത്, ഇന്ന ആളല്ലേ നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത്, നമ്മളെ വിളിക്കുന്ന ആളല്ലേ എന്ന് മനസ്സിലാക്കണ്ടേ. അതാണ് ആദ്യത്തെ മര്യാദ എന്ന് പറയുന്നത്. ഞാൻ ഇന്ന ആളാണ് സംസാരിക്കുന്നത്, ഇന്ന ആളല്ലേ എന്ന് ചോദിക്കണം. ഇപ്പൊ ഞാൻ വിളിക്കാണ് ദീപ്തിനെ, ഞാൻ രമ്യയെ വിളിക്കുന്നത്, ദീപ്തി അല്ലേ, അല്ലെങ്കിൽ ദീപ്തി ഉണ്ടോ? അതല്ലേ ഒരു മര്യാദ. അല്ലാതെ ഹലോ എന്ന് പറഞ്ഞ വഴി നമ്മൾ ഇങ്ങനെ വിശേഷം പറയുകയാണോ? നമ്മള് ആരാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാക്കണം അല്ലെ. നമ്മൾ ആരെയാണോ നമുക്ക് കിട്ടേണ്ടത്, അവരാണോ നമ്മുടെ ലൈനിലുള്ളതെന്ന് നമ്മൾ അറിയണ്ടേ അല്ലേ. അത് ഹലോ എന്ന് പറയുന്ന വഴി ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കും. എന്തായാലും ഇവിടെ എന്താ പറഞ്ഞേക്കണേ? ഹാൻഡിലിംഗ് കോൾ വോളിയം. കോൾ വോളിയം അതായത് നമ്മൾ കോൾ ചെയ്യുമ്പോൾ അതിപ്പോ പല ഇതായിരിക്കും. നമ്മള് ഫ്രണ്ട് ഓഫീസിൽ നിന്ന് പല കോളുകളും, ഇപ്പൊ ഫ്രണ്ട് ഓഫീസിലേക്ക് ആണെങ്കിലും പല കാര്യങ്ങൾ എൻക്വയറിക്ക് ആയിട്ടാണെങ്കിലും അപ്പോയിന്റ്മെന്റിലേക്ക് ആയിട്ടാണെങ്കിലും ഒക്കെ പല തരത്തിലുള്ള കോളുകൾ വരാറുണ്ട് അല്ലെ. അപ്പൊ അതെല്ലാം മാനേജ് ചെയ്യുക, ഹാൻഡിൽ ചെയ്യുക. പിന്നെ ഫോൺ മര്യാദകള് പാലിക്കുക അല്ലെ. ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള ഇതിൽ നിന്നൊക്കെ വിളിക്കുമ്പോൾ ഒരു നമ്മൾ സാധാരണ സംസാരിക്കുന്ന രീതിയിലാണോ സംസാരിക്കുന്നേ? ഹലോ മാം, അല്ലെങ്കിൽ ഹലോ സർ, ഞാൻ ഇന്ന ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്, നിങ്ങൾ ഇങ്ങനെ ദിവസം അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇപ്പോൾ ഇന്ന ദിവസം രാവിലെ മോർണിംഗില് ഇത്ര സമയത്തേക്കാണ് നിങ്ങൾ എത്തേണ്ടത് എന്നൊക്കെ പറഞ്ഞൊരു അവരുടെ ഒരു സ്ലാങ് ഇല്ലേ. അതൊക്കെ അവർക്ക് എന്താ ട്രെയിനിങ് ഉണ്ട്.
അവർക്ക് അതിനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് അല്ലേ? എന്ത് ചെയ്യണം? അങ്ങനെ ഫോൺ മര്യാദകൾ പാലിക്കണം, കോളുകളെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം. അടുത്ത നോക്കിയേ, മാനേജിങ് പേഷ്യന്റ് വെയിറ്റിംഗ് ടൈംസ് ആൻഡ് പേഷ്യന്റ് ഫ്ലോ. പേഷ്യന്റിന്റെ വെയിറ്റിംഗ് ടൈം മാനേജ് ചെയ്യണം, അതൊരു പ്രധാനപ്പെട്ട കാര്യമില്ലേ അല്ലേ? അതിനുവേണ്ടി എന്താ, നമ്മള് റിസപ്ഷനിലൊക്കെ ബുക്ക് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമുക്കൊരു ടൈം പറയും, നമുക്ക് അലവ് ചെയ്തിട്ടുള്ള ടൈം പറയും. 11 മണിക്ക് എത്തുക, ഇത്രാം നമ്പറാണ്, 11 മണിക്ക് എത്തുക. അടുത്ത ആള് വിളിക്കും 12 മണിക്ക് എത്തുക. എന്തിനാ അങ്ങനെ ടൈം പറയുന്നേ? അധികം സമയം പേഷ്യൻസ് അവിടെ വെയിറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ അല്ലേ? അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു 50ാമത്തെ നമ്പറാണ്, 2 മണിക്ക് ശേഷം കാണാൻ പറ്റുള്ളൂ, അവര് രാവിലെ 8 മണിയോടേക്ക് വന്നിരിക്കാൻ പറ്റുമോ അവിടെ? അപ്പൊ അങ്ങനെ വരുമ്പോ ഹോസ്പിറ്റലിൽ തിക്കും തിരക്കോ, ആളുകൾ ദേഷ്യം വരും. നിങ്ങക്ക് ദേഷ്യം വരൂലേ? കുറെ നേരമൊക്കെ നമ്മുടെ ഡോക്ടറിനെ കാണാനൊക്കെ പുറത്തിരിക്കുമ്പോ അല്ലേ? ദേഷ്യം വരാറില്ലേ? പേഷ്യന്റിന്റെ വെയിറ്റിംഗ് ടൈം മാനേജ് ചെയ്യുക, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അവർക്ക് ചീത്തയാക്കും അല്ലേ? ഞങ്ങൾ എന്തൊരു നേരം ഇരിക്കുന്നു, ഞങ്ങളുടെ ഡോക്ടറെ കാണാനായിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് വേണമെങ്കിലും പല ആളുകളല്ലേ വരുന്നത്. അപ്പൊ ഇവരെയൊക്കെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യണം കേട്ടോ, നല്ല രീതിയിൽ നമ്മൾ സംസാരിക്കണം. പേഷ്യന്റിന്റെ വെയിറ്റിംഗ് ടൈം മാനേജ് ചെയ്യണം. പേഷ്യന്റ് ഫ്ലോ, ആ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യന്റിന്റെ ഫ്ലോ, ആ ഒരു ഒഴുക്ക് നിയന്ത്രിക്കണം, അതായത് അതും മാനേജ് ചെയ്യണം. നമ്മളിപ്പോ വേഗം ഓരോ പേഷ്യൻസ് വന്നാൽ പെട്ടെന്ന് തന്നെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ട് അവർക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ്, ഏത് സെക്ഷനിലേക്കാണ് പോണേന്നുള്ളത് അവരെ വേഗം ഹാൻഡിൽ ചെയ്ത് വിടുക അല്ലേ? പിന്നെ അതുപോലെ ഡിസ്ചാർജ് ചെയ്ത് പോകുന്ന പേഷ്യൻസിനൊക്കെ ആണെങ്കിലും അത് നമുക്ക് ഒരുപാട് ടൈം അവരെ ലാഗ് ചെയ്യിക്കാത്ത രീതിയിൽ എന്ത് ചെയ്യണം, കാര്യങ്ങൾ പെട്ടെന്ന് ശരിയാക്കി കൊടുക്കുക. അതൊക്കെ മാനേജ് ചെയ്യുക. പേഷ്യന്റിന്റെ വെയിറ്റിംഗ് ടൈം, പേഷ്യന്റിന്റെ ഫ്ലോ, പേഷ്യന്റിന്റെ ഒഴുക്ക്, ഇതെല്ലാം മാനേജ് ചെയ്യുക. പിന്നെ അടുത്ത എന്താ, കംപ്ലൈന്റ് റീസൊല്യൂഷൻ. കംപ്ലൈന്റ് റീസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ പരാതി പരിഹാരം. പരാതികള്, അവർക്ക് പല കംപ്ലൈന്റ്സും വരാം അല്ലെ? ഹോസ്പിറ്റലിൽ ഇപ്പൊ എന്തെങ്കിലും ചെറിയൊരു ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് റിസപ്ഷനിൽ നമുക്ക് ഫ്രണ്ട് ഓഫീസിൽ വന്ന് പറയാം. അപ്പൊ അതിനുള്ള ഒരു പരിഹാരം നമ്മൾ കാണണം. കംപ്ലൈന്റ് റീസൊല്യൂഷൻ, പരാതിക്കുള്ള പരിഹാരം കാണണം. ഇതെല്ലാം ആരാണ്? ഫ്രണ്ട് ഡെസ്ക് സ്റ്റാഫ് ഫേസ് ചെയ്യുന്ന ചലഞ്ചസ് ആണ്. എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, നോട്ട് ചെയ്തിടാം കേട്ടോ. എത്ര പോയിന്റ് ഉണ്ട്? 4 പോയിന്റ് ഉണ്ട്. മാനേജിങ് ഫോൺ, ദെൻ പേഷ്യന്റ് ഇമോഷൻസ് മാനേജ് ചെയ്യുക, ഹാൻഡ്ലിംഗ് കോൾ വോളിയം ആൻഡ് മെയിൻറ്റെയിനിങ് ഫോൺ എറ്റിക്യൂട്ട്, ഫോൺ മര്യാദകൾ പാലിക്കുക, കോള് ഹാൻഡിൽ ചെയ്യുക, ദെൻ പേഷ്യന്റിന്റെ വെയിറ്റിംഗ് ടൈം, പേഷ്യന്റ് ഫ്ലോ മാനേജ് ചെയ്യുക, കംപ്ലൈന്റ്സിനുള്ള പരാതിക്കുള്ള പരിഹാരങ്ങളൊക്കെ കണ്ടെത്തുക. ക്ലിയർ ആയോ? 4 പോയിന്റും ഓക്കെ ആണോ? ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഞാൻ അടുത്തത് എടുക്കണം കേട്ടോ. ഓക്കെ ആണെന്ന് ആരെങ്കിലൊക്കെ ഒന്ന് മെസ്സേജ് ചെയ്തിട്ടെ. യെസ്. ഇനി അടുത്ത് നോക്കിയേ, മെയിൻ ഗോൾ, പ്രധാനപ്പെട്ട ലക്ഷ്യം. മെയിൻ ഗോൾ എന്ന് തന്നെ ചോദിക്കും കേട്ടോ. എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട് ക്വസ്റ്റ്യൻ. മെയിൻ ഗോൾ, ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ എന്താണ്? ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താ? യുവർ മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് എ സ്മൈൽ ഓർ satisfaction on their face and a feeling of having been well taken care of by you and your employees or colleagues. എന്താണ് ഫ്രണ്ട് ഓഫീസിന്റെ മെയിൻ ഗോൾ എന്ന് പറഞ്ഞാൽ എന്താ? മെയിൻ ഗോൾ ഈസ് ടു ഹാവ് ഈച്ച് പേഷ്യന്റ് ലീവ് വിത്ത് സ്മൈൽ. എങ്ങനെ വിടണം അവരെ? പേഷ്യന്റ് ട്രീറ്റ്മെന്റിലൊക്കെ കഴിഞ്ഞ് ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോകുമ്പോൾ എങ്ങനെ വിടണം? ദേഷ്യത്തോടു കൂടി വിടണോ? അല്ലെങ്കിൽ മുഖം വീർപ്പിച്ചിരിക്കുന്ന രീതിയിലാണ് അവർ വിടുന്നത്? എങ്ങനെ പോകണം അവര്? നല്ല സ്മൈൽ. ആ ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെന്റില് അവര് പൂർണ്ണ സംതൃപ്തരാണ് അല്ലെ? സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ. അപ്പൊ അങ്ങനെ പേഷ്യന്റിനെ വിടണം നമ്മള്. നല്ല ചിരിയോടുകൂടി, നല്ല ഈ ട്രീറ്റ്മെന്റില് എല്ലാത്തിലും നല്ല സംതൃപ്തിയോടുകൂടി പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ നിന്ന് വിടുക എന്നുള്ളതാണ് മെയിൻ ഗോൾ അല്ലെ? അപ്പൊ അത് നമ്മളും നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ ഉള്ള ആളുകളും സ്റ്റാഫുകളും എല്ലാവരും അത് പരിപാലിച്ചു, നല്ല രീതിയിൽ അവരെ നോക്കി എന്നുള്ള തോന്നലോടുകൂടി പോവുക അല്ലെ? പേഷ്യൻസ് അങ്ങനെ പോവുക, അങ്ങനെ ഫീലിംഗ് ടു ഹാവ് ബീൻ വെൽ ടേക്ക് കെയർ ഓഫ് ബൈ
you and your employees volunteers. നിങ്ങളുടെ എംപ്ലോയീസ് തൊഴിലാളികൾ എല്ലാവരും ആ പേഷ്യന്റിനോട് നല്ല കെയർ കൊടുത്തു. അവരെ ആ ഒരു സംതൃപ്തിയിലൂടെ നല്ല ചിരിച്ച് നല്ല സംതൃപ്തരായി ഹോസ്പിറ്റലിൽ നിന്ന് പോകുക, അവരെ വിട്ടയക്കുക എന്നുള്ളതാണ് മെയിൻ ഗോൾ. അണ്ടർലൈൻ ചെയ്തോ അത്? Main goal is to have each patient leave with a dash. അവിടെ ചോദിക്കും അവരുടെ ഫേസിൽ എങ്ങനെ വേണം, സ്മൈൽ ഓർ സാറ്റിസ്ഫാക്ഷൻ. അണ്ടർലൈൻ ചെയ്ത് എല്ലാവരും. ഓക്കെ, ഇനി അടുത്തത് ഓക്കെ, ഡീലിംഗ് വിത്ത് അപ്സെറ്റ് കസ്റ്റമേഴ്സ്. ഇനി അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ്, കസ്റ്റമർക്ക് പറഞ്ഞാരാ? ഹോസ്പിറ്റലിലെ കസ്റ്റമർ ആരാണ്? പേഷ്യൻസ് ആണ് അല്ലെ? പേഷ്യൻസിനെ നമ്മൾ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യണം? അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ എങ്ങനെ ഡീൽ ചെയ്യണം? ഇപ്പൊ എല്ലാവരും ഒരേപോലെ ആകണമെന്നില്ല. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞില്ലേ, നമ്മൾ ഹോസ്പിറ്റലിലേക്ക് എത്തുന്ന പേഷ്യൻസ് അല്ലെ, അവർക്ക് പല എന്താ പറയാ, ഉത്കണ്ഠ, ആകാംക്ഷ, ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലൊക്കെ അവർക്ക് ഭയങ്കര ടെൻസ്ഡ് ഒക്കെ ആയിട്ടായിരിക്കും വരുന്നത് അല്ലെ. പല ഇപ്പൊ ചിലപ്പോ വല്ല കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പല രീതിയിലാണെങ്കിലും അപ്സെറ്റ് ആയിട്ട് വരുന്ന കസ്റ്റമേഴ്സിനെ നമുക്ക് എങ്ങനെ നമ്മൾ ഡീൽ ചെയ്യണം? എങ്ങനെയാ ഡീൽ ചെയ്യണ്ടേ? ഇതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കേട്ടോ. നിങ്ങൾക്ക് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കാനായിട്ട് ഇഷ്ടമുള്ളവരില്ലേ? ഫ്രണ്ട് ഓഫീസിൽ നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുകയാണെങ്കിൽ പോകാൻ താല്പര്യമുള്ളവരൊക്കെ ഇല്ലേ കൂട്ടത്തില്? ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തോർത്ത് വെച്ച് അതുപോലെയൊക്കെ ചെയ്യണോട്ടോ നിങ്ങള്. കുറച്ച് പേരൊക്കെ തമ്പിട്ടേണ്ട എസ്. ഓക്കെ, എസ് ടൈപ്പ് ചെയ്യുന്ന തമ്പിട്ടാലും ഉണ്ട്. അപ്പൊ നോക്കി അടുത്ത എന്താ? അപ്പൊ അങ്ങനെ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ഒരു അപ്സെറ്റ് ആയിട്ടുള്ള ഒരു കസ്റ്റമർ വരികയാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഹാൻഡിൽ ചെയ്യേണ്ടത് നോക്കി? ലിസൺ ഫസ്റ്റ് ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. എന്ത് ചെയ്യണം? ആദ്യം അവര് പറയുന്നത് കേൾക്കണം. എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് അല്ലെ, അവരുടെ അപ്സെറ്റിന് കാരണം എന്താണ് എന്നുള്ളത് അവര് പറയാല്ല. നമ്മൾ ആദ്യം തന്നെ ഓടി അവരോട് നമ്മളങ്ങനെ പറയല്ല. എന്താ, അവരെ കേൾക്കണം. അവര് പറയുന്നത് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കണം. ആൻഡ് ദെൻ ഓഫർ സൊല്യൂഷൻ. എന്നിട്ട് എന്തോ ചെയ്യണം? അതിനുള്ള സൊല്യൂഷൻ ഓഫർ ചെയ്യണം. നിങ്ങൾ വിഷമിക്കണ്ട, നമുക്കത് ശരിയാക്കാം, അത് പ്രശ്നമില്ല, അത് സോൾവ് ചെയ്യാം, ഇത്രയും കാര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് എന്ത് ചെയ്യണം? ഒരു സൊല്യൂഷൻ നമ്മൾ വാഗ്ദാനം ചെയ്യണം, ഓഫർ ചെയ്യണം. ഒരു സൊല്യൂഷൻ നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നോക്കിയേ, ഇഫ് യു കനോട്ട് സോൾവ് ദ പ്രോബ്ലം. ഇനി നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിലോ എന്ത് ചെയ്യും? എന്നെ കൊണ്ടൊന്നും സോൾവ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ വേറെ ആയിരിക്കും നോക്കുക, അത് വേറെ പണി നോക്കുന്ന പറയാൻ പറ്റുമോ? നമുക്ക് അവരോട് ആ രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ? എന്ത് ചെയ്യില്ല. നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താ ചെയ്യണ്ടേ? ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം, ഓഫർ ഓൾട്ടർനേറ്റീവ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമാണെങ്കിൽ നമ്മുടെ സൂപ്പർവൈസർ അല്ലെങ്കിൽ സുപ്പീരിയറിനോട് നമ്മൾ എന്ത് ചെയ്യുക? സുപ്പീരിയറിന് അവിടെ ചോദിച്ചിട്ട് തന്നെ നമ്മൾ ആ കാര്യം, ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യും. സോൾവ് ചെയ്യാനുള്ള മാർഗം ഇത് വാഗ്ദാനം ചെയ്യുക. ഓക്കെ, കിട്ടിയാ രണ്ട് പോയിന്റ്സ്? ആദ്യം തന്നെ അവരെ കേൾക്കണം, ലിസൺ ചെയ്യണം, അവർക്കിടെ സൊല്യൂഷൻ ഒന്നുകൂടി പറയാമോ? ഓക്കെ, പറയാലോ. അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ നമ്മൾ എങ്ങനെ നമുക്ക് ഡീൽ ചെയ്യാം? എങ്ങനെ ഡീൽ ചെയ്യണം എന്നാ പറഞ്ഞിങ്ങനെ? ആദ്യം എന്ത് ചെയ്യണം? ലിസൺ ഫസ്റ്റ്. അവരെ ആദ്യം കേൾക്കണം, അവർ പറയുന്ന കാര്യം ആദ്യം കേൾക്കണം. എന്നിട്ട് അവർക്കൊരു സൊല്യൂഷൻ ഓഫർ ചെയ്യണം, വാഗ്ദാനം ചെയ്യണം. ഇന്ന രീതിയിൽ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യാം, നമുക്കത് സോൾവ് ചെയ്യാം എന്നുള്ള രീതിയിൽ അവർക്ക് സൊല്യൂഷൻ ഓഫർ ചെയ്യണം. അടുത്തത്, ഇനി അടുത്ത് എന്താ പറഞ്ഞേക്കണേ? ഇഫ് യു കനോട്ട് സോൾവ് ദ പ്രോബ്ലം. നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത പ്രശ്നങ്ങളാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? നമ്മുടെ സൂപ്പർവൈസറിനോടോ സുപ്പീരിയറിനോടോ പറഞ്ഞിട്ട് ആസ്ക് യുവർ സൂപ്പർവൈസർ ഓർ സുപ്പീരിയർ ടു സോൾവ് ദ പ്രോബ്ലം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സൂപ്പർവൈസറിനോടോ സുപ്പീരിയറിനോടോ നമ്മൾ പറയാം ഓഫർ ഓൾട്ടർനേറ്റീവ്സ്. ഓൾട്ടർനേറ്റീവ്സ് എന്ന് വെച്ചാൽ ഇതര മാർഗങ്ങൾ, മറ്റു മാർഗങ്ങൾ എന്നിട്ട് നമുക്ക് ഓഫർ ചെയ്യാം. മറ്റു മാർഗങ്ങൾ ഓഫർ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് നോക്കിയേ, രണ്ട് കാര്യങ്ങളാണ് കേട്ടോ അങ്ങനെ അപ്സെറ്റ് ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ഡീൽ ചെയ്യുമ്പോഴും നമ്മൾ ചെയ്യേണ്ടത്. ഇനി നോക്കിയേ, റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്.
ഇനി അടുത്തത് നമ്മൾ ഈ ഒരു സെക്ഷനിൽ തന്നെ 3 ഡെസ്കുകളായിട്ട് പറഞ്ഞിട്ടുണ്ട്. 3 ഡെസ്കുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. നോക്കിയേക്കാ, ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ഉണ്ട്, ഹെൽത്ത് ചെക്ക് ഡെസ്ക് ഉണ്ട്, റിപ്പോർട്ട് ഡെസ്പാച്ച് ഡെസ്ക് ഉണ്ട്. അപ്പൊ അങ്ങനെ അതിന്റെ ഓരോന്നിന്റെ കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്ത് പറയുന്നത് കേട്ടോ. എന്നിങ്ങനെ 3 വിഭാഗമായി തിരിച്ചുകൊണ്ടാണ് നമ്മൾ ഇനി അത് പഠിക്കാൻ പോകുന്നത്. അതിനകത്ത് ഓരോന്നും നോക്കി. ഫസ്റ്റ് വൺ ഏതാണ്? റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്. ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോൾ എന്താണ്? ഓരോന്നും ചോദിക്കാട്ടോ. ഇന്ന ആളുകളുടെ റോളിന് ഉൾപ്പെടുന്നത് ഏത്, ഇൻക്ലൂഡ് ചെയ്തത് ഏത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ ദ റോൾ ഓഫ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്, അല്ലെങ്കിൽ റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഓരോരുത്തരുടെ റോളില് ഇൻക്ലൂഡ് ചെയ്യുന്നത് ഏത് അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് ഏത് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഫസ്റ്റ് നോക്കിയേ, ഗ്രീറ്റ് ദ കോളർ with a positive approaching attitude. ഗ്രീറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ആദ്യം നമ്മൾ പറഞ്ഞില്ലേ, പേഷ്യൻസിനെ സ്വീകരിക്കുക, അല്ലെ, ഉപചാരപൂർവ്വം സ്വീകരിക്കുക. കോളർ വിത്ത് എ പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്. നല്ലൊരു വിളിക്കുന്ന ആളെ, നമ്മൾ ആ ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിക്കുന്ന ആളെ, കോളറിനെ നല്ലൊരു പോസിറ്റീവ് സമീപനത്തോടു കൂടി അഭിവാദ്യം ചെയ്യുക. ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇതൊന്ന് നോട്ട് ചെയ്തെടുത്തോ. അവിടെ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് എന്ന് പറഞ്ഞാലും ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറഞ്ഞാലും ശരിയാട്ടോ. അങ്ങനെയും പറയാം നമുക്ക്. ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക് ഓർ ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്ക്. ഇനി അങ്ങനെ തന്നാൽ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ആവണ്ട, രണ്ടും ശരി തന്നെയാണ്, ഒരിത് തന്നെയാണ് കേട്ടോ. എന്താ ഫസ്റ്റ് പോയിന്റ് എന്താ പറഞ്ഞേക്കുന്നത്? അവരെന്താ ചെയ്യേണ്ടേ? കോളറിനോട് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനത്തോടു കൂടി, ആറ്റിറ്റ്യൂഡ്, പോസിറ്റീവ് അപ്രോച്ചിങ് ആറ്റിറ്റ്യൂഡ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സമീപനത്തോടു കൂടി അവരെ സ്വീകരിക്കുക. പിന്നെ അടുത്ത പോയിന്റ് നോക്കിയാൽ, റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്യൂരിയസ്. ഉണ്ടോ? ക്യൂരിയസ്, അവരുടെ ജിജ്ഞാസ, അതിനോട് നമ്മൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി, ഉടനടി, അല്ലെ, ഇൻസ്റ്റന്റ് ആയിട്ട് തന്നെ റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കുക. അവരുടെ ഈ സംശയങ്ങളാണെങ്കിലും, ചിലപ്പോൾ എന്തെങ്കിലും അന്വേഷണത്തിലാണ് നമ്മൾ വിളിക്കുന്നത് എങ്കിൽ, അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും സംശയങ്ങളാണെങ്കിലും പിന്നെ പറയാം, അല്ലെങ്കിൽ 6 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കുക, 1 മണിക്കൂർ കഴിഞ്ഞ് വിളിക്കുക, നാളെ പറയാമെന്ന് പറയാൻ പറ്റുമോ? എന്ത് ചെയ്യണം? അവരുടെ സംശയങ്ങളോട് തൽക്ഷണം തന്നെ പ്രതികരിക്കുക. റെസ്പോണ്ട് ഇൻസ്റ്റന്റ്ലി ടു ദെയർ ക്യൂരിയസ്. കിട്ടിയോ? അവരുടെ സംശയങ്ങളോട് ഉടനടി തന്നെ പ്രതികരിക്കുക. അടുത്ത നോക്കിയേ, നോ ദ നമ്പർ ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇനി ഫ്രണ്ട് ഓഫീസ് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്ക്, അവിടുത്തെ സ്റ്റാഫ് അല്ലെങ്കിൽ അവിടെ എന്ത് വേണം? എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും, ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്പർ അറിഞ്ഞിരിക്കണം. ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്പർ അറിഞ്ഞിരിക്കണം. എന്തിനു വേണ്ടി? അങ്ങനെ നമുക്കിപ്പോ ഫോണൊക്കെ വിളിക്കുമ്പോ പല ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ കണക്ട് ചെയ്യേണ്ടി വരൂലേ, അല്ലേ? പല ഡിപ്പാർട്ട്മെന്റിലേക്കൊക്കെ കണക്ട് ചെയ്യേണ്ടി വരൂലേ? അപ്പൊ ആ ഡിപ്പാർട്ട്മെന്റ് ഇപ്പൊ നമ്മൾ വിളിക്കുമ്പോഴാണെങ്കിൽ ഒരു സെക്കൻഡ് ഞാനൊന്ന് കണക്ട് ചെയ്യട്ടെ. നമ്മള് ഈ ഫ്രണ്ട് ഓഫീസിലേക്ക് വിളിക്കുമ്പോഴത്തേക്ക് ഇന്ന സെക്ഷൻ, അപ്പൊ ഈ കണ്ണിന്റെ സെക്ഷനിലേക്കാണ് നമുക്ക് വിളിക്കുന്നത്, ഒഫ്താൽമോളജിയിലേക്കാണ് നമുക്ക് ബുക്കിംഗ് ചെയ്യണ്ടെങ്കിൽ അവരപ്പൊ തന്നെ പറയും, 1 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ, അതിനെ കോൺടാക്ട് ചെയ്യാറുണ്ട്, അതിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് തരും, അല്ലേ? ഫോൺ ആ ഒരു സെക്ഷനിലേക്ക് നമുക്ക് കണക്ട് ചെയ്ത് തരൂല്ലേ? നിങ്ങളൊന്ന് അപ്പോയിന്റ്മെന്റിന് വിളിക്കാറില്ലേ? ഇല്ലേ? വിളിക്കാറില്ലേ? അല്ലെ? അപ്പൊ 1 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്ന പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഫോൺ അവിടേക്ക് കണക്ട് ചെയ്ത് തരും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്പർ അറിഞ്ഞിരിക്കണം. കിട്ടിയോ? അപ്പൊ കിട്ടിയില്ലേ? മൂന്നാമത്തെ, നോ ദ നമ്പർ ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്പർ അറിഞ്ഞിരിക്കണം. അടുത്ത് നോക്കിയേ, ഹാവ് എ ലിസ്റ്റ് ഓഫ് ഡോക്ടേഴ്സ് ആൻഡ് ദി എംപ്ലോയീസ് അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്. എന്ത് വേണം അവിടെ? ഡോക്ടേഴ്സിന്റെ, എംപ്ലോയീസിന്റെ ലിസ്റ്റ് വേണം. ഇപ്പൊ ഈ ഡ്യൂട്ടിയില് ഡോക്ടേഴ്സ്, ഈ സെക്ഷനിൽ ഉള്ള ഡോക്ടേഴ്സ്, മൊത്തം ഡോക്ടേഴ്സുമാർക്കടെ അല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫുകളെ, എംപ്ലോയീസിന്റെ ഒക്കെ ലിസ്റ്റ് വേണം. എന്തുകൂടി? അലോങ് വിത്ത് ദെയർ നമ്പേഴ്സ്, അവരുടെ കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും ലിസ്റ്റ് വേണം. മനസ്സിലായോ? കോണ്ടാക്ട് നമ്പർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും ലിസ്റ്റ് വേണം.
അടുത്ത നോക്കിയേ, ഷുഡ് നെവർ ബി ഹോട്ടി. ഹോട്ടി എന്ന് പറഞ്ഞാൽ എന്താ? ഹോട്ടി, HAUGHTY, അഹങ്കാരം. നമ്മൾ അഹങ്കാരത്തോടു കൂടി അതെ അങ്ങനെ സംസാരിക്കാൻ പാടില്ല. റിസീവിങ് എ കോള് സ്വീകരിക്കുമ്പോൾ, ഇപ്പൊ ഇതിലേക്ക് ഹെൽത്ത് കെയർ ഹെൽപ്പ് ഡെസ്കിലേക്ക് ഒരു കോള് വരികയാണ്, അപ്പോയിന്റ്മെന്റിന് കോള് വരികയാണ്. നമ്മൾ ആ കോള് എടുക്കുമ്പോൾ നമ്മൾ എന്താ അഹങ്കാരത്തോടു കൂടി സംസാരിക്കരുത്. ഷുഡ് നെവർ ബി ഹോട്ടി. അറിയില്ലാത്തവരെ മീനിങ് എഴുതി വെച്ചോട്ടോ. അഹങ്കാരം, അഹങ്കാരത്തോടു കൂടി സംസാരിക്കരുത്. അല്ലെങ്കിൽ കോള് എടുക്കുമ്പോൾ എന്താണ് നമുക്ക് വലിയൊരു ആ ഒരു രീതിയിൽ അവരെപ്പോഴും എന്താണ് നമ്മൾ പറഞ്ഞില്ലേ, കസ്റ്റമേഴ്സ് ആർ ദ കിങ്സ്. ഹോസ്പിറ്റലിൽ പേഷ്യന്റ് ആണ് അവിടുത്തെ രാജാക്കന്മാർ. ഫസ്റ്റ് തന്നെ കോഴ്സ് പഠിച്ചില്ലേ, അവരെ നമ്മൾ പരിഗണിക്കാതിരിക്കരുത് അല്ലെ, അവർക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അപ്പൊ അവരോട് നല്ല രീതിയിൽ നല്ല മര്യാദയോടുകൂടി നമ്മൾ ആ ഫോൺ റിസീവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, അഹങ്കാരമൊന്നും പാടില്ല, അല്ലെ അഹങ്കാരത്തോടുകൂടി സംസാരിക്കരുത്. അവർക്ക് നല്ല ബഹുമാനം കൊടുക്കണം, അവർക്ക് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ആ രീതിയിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് തന്നെ അവരോട് സംസാരിക്കുക. ലാസ്റ്റ് പോയിന്റ് നോക്കിയ, ഒപ്റ്റിമൈസ് patient satisfaction, provide time and a treatment room utilization by scheduling appointment in person or by telephone. Optimize ചെയ്യാന്ന് വെച്ചാൽ ക്രമീകരിക്കുക, അല്ലെങ്കിൽ പ്രയോഗത്തിൽ കൊണ്ടുവരിക. ഒപ്റ്റിമൈസ് ക്രമീകരിക്കുക. ഒപ്റ്റിമൈസ് പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി അല്ലെ, പേഷ്യന്റിന്റെ സംതൃപ്തി അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, നേടിയെടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ക്രമീകരിക്കുന്നതിന് വേണ്ടി, പേഷ്യന്റിന്റെ സംതൃപ്തി ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് എന്ത് വേണം, പ്രൊവൈഡഡ് ടൈം, കൃത്യമായ ടൈം കൊടുക്കണം. അപ്പോയിന്റ്മെന്റ് വിളിക്കുമ്പോൾ നമ്മൾ പറയൂലേ 10 മണിക്ക് എത്തണം, 12 മണിക്ക് എത്തണം. ആ ഒരു ടൈം അവർക്ക് അതിനുള്ള ടൈം അനുവദിക്കണം. എന്തിനു വേണ്ടിയാ? എങ്കിലല്ലേ നമ്മൾ സംതൃപ്തരാവണം. നമ്മൾ ഇന്ന ടൈം വരാൻ പറഞ്ഞു, ചെന്നപ്പോ തന്നെ ഡോക്ടറെ കണ്ടു, മരുന്ന് മേടിച്ചു പോന്നു, അതല്ലേ നല്ലത്. അല്ലാതെ 8 മണി ഒടുങ്ങി അവിടെ 12 മണിക്ക് കാണുന്നതിന് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അവർക്ക് സാറ്റിസ്ഫൈഡ് അല്ല അല്ലെ അവിടെ. അപ്പൊ അവർക്ക് എന്താ, അവർക്കുടെ സംതൃപ്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ടൈം, അതിനുള്ള ടൈം അനുവദിക്കണം, കൃത്യമായ സമയം. അതുപോലെ ആൻഡ് ട്രീറ്റ്മെന്റ് റൂം, കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് റൂം, ഏത് റൂമാണ് അത് എവിടേക്കാണ് എന്നുള്ളത് അത് അനുവദിക്കണം. ആൻഡ് യൂട്ടിലൈസേഷൻ ബൈ ഷെഡ്യൂളിംഗ് അപ്പോയിന്റ്മെന്റ്സ് ഇൻ പേഴ്സൺ ഓർ ബൈ ടെലിഫോൺ. അപ്പോയിന്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്യണം, ഒരു പേഴ്സൺ വ്യക്തിഗതമായിട്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയോ അല്ലെ, ഷെഡ്യൂൾ ചെയ്ത് പേഴ്സണൽ ആയിട്ടോ അല്ലെങ്കിൽ ടെലിഫോണിലൂടെയോ ഒക്കെ അപ്പോയിന്റ്മെന്റുകൾക്കായിട്ട് അവർ വിളിക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റ് ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കാൻ പറ്റും അല്ലെ. പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ അച്ചീവ് ചെയ്യുന്നതിന് വേണ്ടി, അവർക്ക് നല്ലൊരു സംതൃപ്തി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോളിൽ വരുന്നതാണ് എന്താണ്, ഒപ്റ്റിമൈസ് പേഷ്യൻസ് സാറ്റിസ്ഫാക്ഷൻ. പേഷ്യൻസിന്റെ സംതൃപ്തി അത് പ്രയോഗത്തിൽ കൊണ്ടുവരിക, അല്ലെങ്കിൽ ക്രമീകരിക്കുക. എങ്ങനെയൊക്കെയാണ്? അവർക്ക് കറക്റ്റ് സമയം പ്രൊവൈഡ് ചെയ്തുകൊണ്ട്, കറക്റ്റ് ട്രീറ്റ്മെന്റ് റൂം നമുക്ക് കൊടുത്തുകൊണ്ട്, അപ്പോയിന്റ്മെന്റ്സ് കറക്റ്റ് ആയിട്ട് ഷെഡ്യൂൾ ചെയ്തുകൊണ്ട് ഒക്കെ നമുക്ക് പേഷ്യന്റിന്റെ സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി നേടിയെടുക്കാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഹെൽത്ത് കെയർ റിസോഴ്സ് ഡെസ്കിന്റെ റോള് വരുന്നത്. കിട്ടിയോ? പോയിന്റ്സ് എല്ലാം ക്ലിയർ ആണോ? പോയിന്റ്സ്? ഒരു പോസിറ്റീവ് സമീപനത്തോടു കൂടി നല്ല രീതിയിൽ അവരെ സ്വാഗതം ചെയ്യുക. അവർക്കുടെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനോട് നല്ല രീതി പെട്ടെന്ന് തന്നെ, ഇൻസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ കേട്ടോ, അപ്പം തന്നെ നമ്മൾ റെസ്പോണ്ട് ചെയ്യുക. പിന്നെ ഡിപ്പാർട്ട്മെന്റിലെ എല്ലാ ഹോസ്പിറ്റലിലുള്ള എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെയും നമ്പർ അറിഞ്ഞിരിക്കുക. പിന്നെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സിന്റെയും എംപ്ലോയീസിന്റെയും ലിസ്റ്റ് വേണം. പിന്നെ നമ്മൾ കോള് റിസീവ് ചെയ്യുന്ന സമയത്ത് അഹങ്കാരത്തോടെ ഒന്നും സംസാരിക്കാൻ പാടില്ല. പിന്നെ പേഷ്യന്റിന്റെ സംതൃപ്തി അല്ലെ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. പേഷ്യന്റിന് നല്ല ഒരു സാറ്റിസ്ഫാക്ഷൻ കൊടുക്കുക, ക്രമീകരിക്കുക. അതിന് വേണ്ടിയിട്ട് അതിനുള്ള ടൈം, കൃത്യസമയം, കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെന്റ് റൂം, അപ്പോയിന്റ്മെന്റ് ഒക്കെ കറക്റ്റ് ആക്കി ആയിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയ റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഹെൽത്ത് ചെക്ക് ഡെസ്കിന്റെ റോൾ എന്താണ്? Role of health check desk. Provide
അസിസ്റ്റന്റ് ആൻഡ് ഫെസിലിറ്റേറ്റ് കസ്റ്റമർ. അസിസ്റ്റന്റ് എന്ന് പറഞ്ഞത് സഹായം, കസ്റ്റമറിന് നല്ല സഹായവും, അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റ് എന്ന് വെച്ചാൽ സുഗമമാക്കുക. എങ്ങനെയാ? നല്ല സഹായം, നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്യുക, അവർക്ക് നല്ലൊരു എല്ലാ കാര്യങ്ങളും കറക്റ്റ് നല്ല രീതിയിൽ അത് സുഗമമാക്കി കൊണ്ട് നടത്തുകയും വേണം, സുഗമമാക്കുകയും ചെയ്യുക. Provide assistance and facilitate customers. കസ്റ്റമേഴ്സിന് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തും നല്ല സഹായം ഒക്കെ കൊടുത്തുകൊണ്ട് പ്രൊവൈഡ് ചെയ്യുക, അനുവദിക്കുക. കിട്ടിയോ? ഇനി അടുത്ത ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ഓർ വോക്കിംഗ് എൻക്വയറീസ്. ഹാൻഡ്ലിംഗ് കോർപ്പറേറ്റ് ചെയ്യാന്ന് വെച്ചാൽ സഹകരിക്കുക. എന്ത് കൈകാര്യം ചെയ്യണം? കോർപ്പറേറ്റ് ഓർ വാക്കിംഗ് എൻക്വയറീസ്. വാക്കിംഗ് എൻക്വയറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ എല്ലാവരും അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്ത് വരുന്നവരല്ല അല്ലെ, മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുത്ത് വരുന്നവരല്ല. ചിലപ്പോ ചിലര് ഹോസ്പിറ്റലിൽ വന്നിട്ടായിരിക്കും അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കേണ്ടി വരിക അല്ലെ. അപ്പൊ അങ്ങനെ അപ്പോയിന്റ്മെന്റ് എടുക്കാതെ, മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണം. ഹാൻഡിലിംഗ് കോർപ്പറേറ്റ് അവരോട് സഹകരിക്കണം. ഹാൻഡിലിംഗ് കോർപ്പറേറ്റ് ഓർ വാക്കിംഗ് എൻക്വയറീസ്. മനസ്സിലായോ? അപ്പോയിന്റ്മെന്റ് എടുക്കാതെ, മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് എടുക്കാതെ വരുന്ന പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യണം. അടുത്തത് അപ്പോയിന്റ്മെന്റ് ആൻഡ് ഷെഡ്യൂളിംഗ് ഓഫ് ഹെൽത്ത് ചെക്കപ്സ്. ഹെൽത്ത് ചെക്കപ്പ്. ഓക്കെ, അപ്പോയിന്റ്മെന്റ് അല്ലെങ്കിൽ ഷെഡ്യൂളിംഗ് ഹെൽത്ത് ചെക്കപ്പിന് വേണ്ടിയിട്ടുള്ള, ചിലപ്പോ ബോഡി ചെക്കപ്പ് പറയൂ അല്ലെ, ഹെൽത്ത് ചെക്കപ്പ് ഒക്കെ പറയും. ഈ ഹെൽത്ത് ചെക്കപ്പിന് ശേഷം ചെക്കപ്പിനായിട്ടുള്ള അപ്പോയിന്റ്മെന്റ്സ് അവരുടെ ഷെഡ്യൂളിങ് ഒക്കെ ക്രമീകരിക്കുക. ഹെൽത്ത് ചെക്കപ്പിന് വരുന്ന ആളുകളുടെ അപ്പോയിന്റ്മെന്റ്സ്, ഷെഡ്യൂളിങ്, എല്ലാ കാര്യങ്ങളും അവിടെ ചെയ്തു കൊടുക്കുക. പിന്നെ കോർഡിനേറ്റ് വിത്ത് കൺസേൺ ഡിപ്പാർട്ട്മെന്റ്. അതിനോട് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിക്കുക. വന്നിരിക്കുന്ന ആളുകളെ അപ്പോയിന്റ്മെന്റ് എടുക്കാം അല്ലെ. ആ അപ്പോയിന്റ്മെന്റ് അവരെടുത്തിട്ട് അവർ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാ പോകുന്നത് അല്ലെ. ഇപ്പൊ എല്ലാവരും ഒന്നും കറക്റ്റ് ആയിട്ട് അറിയുന്ന അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്നവരൊക്കെ ഉണ്ടാകാം. അപ്പൊ എന്താ പറയാ, നേഴ്സ് ആയിരിക്കും അല്ലെ ഹെൽപ്പ് ചെയ്യുന്നത് അവരെ. അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് അവരെ നേഴ്സ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെ, സ്റ്റാഫ് ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെ കൊണ്ടുപോകും അല്ലെ. അതിന്റെ പറഞ്ഞിരിക്കുന്നത് കോർഡിനേറ്റിംഗ് വിത്ത് കൺസേൺഡ് ഡിപ്പാർട്ട്മെന്റ്. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്യുക. അവരെ എന്താ പറയാ, അവിടേക്ക് അല്ലെ കൊണ്ടുവരിക. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റിലേക്ക് അവരെ ഏകോപിപ്പിക്കുക. ഇനി അടുത്തൊക്കെ ഡിസ്പാച്ച്. ഡിസ്പാച്ച് എന്ന് വെച്ചാൽ അയക്കുക. ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ട് അയക്കുക. ഡിസ്പാച്ച് ഓഫ് റിപ്പോർട്ട് ആഫ്റ്റർ ഹെൽത്ത് ചെക്കപ്പ്. ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ട് അയക്കുക. കിട്ടിയോ? കിട്ടിയോ? റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്. ഒന്നോ രണ്ടോ പ്രാവശ്യം വായിച്ചാൽ നിങ്ങൾക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യണയാണോ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യാത്തതാണോ എന്ന് അറിയാൻ പറ്റൂലേ. ഫുള്ള് ബൈ ഹാർട്ട് ചെയ്യണ്ടല്ലോ. ഏകദേശം നിങ്ങൾക്ക് ഒന്ന് വായിച്ചാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഈ പോയിന്റ്, നമുക്ക് ഓൾറെഡി ആൻസർ ഉണ്ടല്ലോ. നമുക്ക് എക്സാമിന് നിങ്ങൾക്ക് ഓൾറെഡി ഓപ്ഷൻസ് അവിടെ ഉണ്ടാകും. അത് ഓപ്ഷൻ നോക്കി ഒന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലായോ അത്? ഓക്കെ ആണോ? റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക് എന്താണ് നമ്മൾ പറഞ്ഞത്? കസ്റ്റമേഴ്സ്, പേഷ്യന്റിന് അവർക്ക് വേണ്ട സഹായവും എല്ലാ സൗകര്യങ്ങളും ഒക്കെ സുഗമമാക്കി കൊടുക്കുക. പിന്നെ നമ്മള് മുൻകൂട്ടി അപ്പോയിന്റ്മെന്റ് ചെയ്യാതെ വരുന്ന പേഷ്യൻസ് അവരെയൊക്കെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക. ഹെൽത്ത് ചെക്കപ്പിനായി വരുന്ന പേഷ്യൻസിന്റെ അപ്പോയിന്റ്മെന്റ്, അവരുടെ ഷെഡ്യൂളിംഗ് ഒക്കെ ക്രമീകരിക്കുക. ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെന്റുമായിട്ട് സഹകരിക്കുക. പിന്നെ ഹെൽത്ത് ചെക്കപ്പിന് ശേഷമുള്ള റിപ്പോർട്ടുകൾ അയക്കുക. കിട്ടിയോ? ക്ലിയർ ആയോ പോയിന്റ്സ്? ഓക്കെ ആണോ? ഇനി അടുത്ത് നോക്കിയേ, ലാസ്റ്റ് വൺ, മൂന്നാമത്തെ റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. റിപ്പോർട്ട് ഡിസ്പാച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് അയക്കുക അല്ലെ. അപ്പൊ റിപ്പോർട്ടുകൾ അയക്കുന്ന ഒരു ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്.
എന്താണ് അവിടെ ചെയ്യുന്നത്? സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. കണ്ടോ എന്താ നമ്മൾ ചെയ്യുന്നവര്? പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്വീകരിച്ച റിപ്പോർട്ട് സ്റ്റോർ ചെയ്യുക. സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട്സ് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്വീകരിച്ച റിപ്പോർട്ടുകൾ എന്ത് ചെയ്യുക? സ്റ്റോർ ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് നോക്കിയേ, സെക്കൻഡ് പോയിന്റ് എന്താ? പ്രൊവൈഡ്സ് റിപ്പോർട്ട് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. എങ്ങനെയാ? റിപ്പോർട്ടുകള് ക്ലയന്റ്സിന്, പേഷ്യൻസിന് കൃത്യസമയത്ത് പ്രൊവൈഡ് ചെയ്യുക. കണ്ടോ? പ്രൊവൈഡ് റിപ്പോർട്ട്സ് ഓൺ ദ ടൈം ടു ദ ക്ലയന്റ്. ക്ലയന്റിന് കൃത്യസമയത്ത് റിപ്പോർട്ട് നൽകുക, പ്രൊവൈഡ് ചെയ്യുക, അനുവദിക്കുക. മൂന്നാമത്തെ പോയിന്റ് എന്താ? Maintaining of records, record of the reports received and hand over. Receive ചെയ്തിട്ടുള്ള reports received and hand over. കണ്ടോ? റിസീവ് ചെയ്തിട്ടുള്ളതും ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ളതുമായിട്ടുള്ള റിപ്പോർട്ടുകളുടെ റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. മെയിൻറ്റെയിനിങ് റെക്കോർഡ്സ്. എന്തിന്റെ റെക്കോർഡാ? of the reports received and hand over. നമ്മൾ എന്താ പറയാ പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും റിസീവ് ചെയ്ത റിപ്പോർട്ടുകൾ അല്ലേ, അത് കറക്റ്റ് സമയത്ത് പേഷ്യൻസിന് അയച്ചു കൊടുക്കുക. ആ റിപ്പോർട്ടുകൾ, സ്വീകരിച്ചിട്ടുള്ള റിപ്പോർട്ടും നമ്മൾ പേഷ്യൻസിന് ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകൾ അല്ലെ, ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളുടെയൊക്കെ റെക്കോർഡ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം. ഇനി പിന്നീടാണെങ്കിലും നമുക്ക് എന്തെങ്കിലും ഒരു റെഫറൻസിലൊക്കെ നോക്കേണ്ടി വന്നാൽ ഇന്ന സമയത്ത് അത് നമ്മൾ പേഷ്യന്റിന് ഹാൻഡ് ഓവർ ചെയ്തു, അല്ലെങ്കിൽ നമ്മൾ ഇത് റിസീവ് ചെയ്തത് എന്നൊക്കെ നമുക്ക് ഇനി പിന്നീടും എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ നോക്കണമല്ലോ. അതുകൊണ്ട് അതിന്റെ എല്ലാ റെക്കോർഡുകള് മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലിയർ ആയോ? 3 പോയിന്റ്സും ക്ലിയർ ആയോ? ഓക്കെ ആണോ? സ്റ്റോറേജ് ഓഫ് റിപ്പോർട്ട് റിസീവ്ഡ് ഫ്രം വേരിയസ് ഡിപ്പാർട്ട്മെന്റ്. പല ഡിപ്പാർട്ട്മെന്റിൽ നിന്നും സ്വീകരിച്ച റിപ്പോർട്ട് സ്റ്റോർ ചെയ്യുക, ശേഖരിക്കുക, അല്ലെ സംഭരിക്കുക. ഇനി ക്ലയന്റിന് അല്ലെ പേഷ്യൻസിന് കറക്റ്റ് സമയത്ത് റിപ്പോർട്ട് നൽകുക. പേഷ്യൻസിന് കറക്റ്റ് സമയത്ത് തന്നെ റിപ്പോർട്ട് നൽകുക. പിന്നെ എന്താ? റിസീവ്, സ്വീകരിച്ച റിപ്പോർട്ടുകളും ഹാൻഡ് ഓവർ ചെയ്തിട്ടുള്ള റിപ്പോർട്ടുകളുടെ ഒക്കെ ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുക. ക്ലിയർ ആയില്ലേ? അപ്പൊ അങ്ങനെ 3 ഡെസ്ക് ആയിട്ടാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ ഓരോന്നിന്റെ കീഴിൽ വരുന്ന പോയിന്റ്സ് ഏതാണെന്ന് ചോദിക്കാം കേട്ടോ. ഇതൊന്ന് നോക്കി വെക്കുക നമ്മൾ. ഹെൽത്ത്, റോൾ ഓഫ് ഹെൽത്ത് റിസോഴ്സ് ഡെസ്ക് ഓർ ഹെൽപ്പ് ഡെസ്ക്. രണ്ടാമത്തെ റോൾ ഓഫ് ഹെൽത്ത് ചെക്ക് ഡെസ്ക്, റിപ്പോർട്ട് ഡിസ്പാച്ച് ഡെസ്ക്. അത് 3 നോക്കി വെക്കും. ഇനി ടൈമിംഗ് ആണ് അവിടെ പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും തന്നെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഫ്രണ്ട് ഓഫീസിന്റെ ടൈമിംഗ് എത്രയാണ്, എത്രയൊക്കെ സമയമാണ് അവിടുത്തെ വർക്കിംഗ് ടൈം. നോക്കിയേ, ദ ഫ്രണ്ട് ഓഫീസ് പ്രൊവൈഡ്സ് പേഷ്യന്റ് കെയർ റൗണ്ട് ദ ക്ലോക്ക്, ദാറ്റ് ഈസ് 24 hours 24 hours സർവീസ്. എത്ര സമയം ഫ്രണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്? എത്ര സമയം ഫ്രണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്നേ? എത്ര സമയ? 8 മണിക്കൂറോ 10 മണിക്കൂറ് 12 മണിക്കൂർ, എങ്ങനെയൊക്കെ ഓപ്ഷൻ ചോദിക്കാം. ഏതാ? എത്ര സമയം വർക്ക് ചെയ്യുന്നുണ്ട്? 24 hours, 24 മണിക്കൂറും ഫ്രണ്ട് ഓഫീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ആർക്കെങ്കിലും തെറ്റോ? ഇപ്പൊ തന്നെ പഠിച്ചില്ലേ? ഫ്രണ്ട് ഓഫീസിന്റെ വർക്കിംഗ് ടൈം എത്രയാ? 24 hours, 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട് ഫ്രണ്ട് ഓഫീസ്. ഓപ്ഷൻസ് തരൂ കേട്ടോ. 8 hours, 10 hours, 12 hours, 24 hours. ഒന്നും നോക്കണ്ട, കണ്ണടച്ച് നമുക്ക് എഴുതാം അല്ലെ. 24 hours പ്രവർത്തിക്കുന്നതാണ് ഫ്രണ്ട് ഓഫീസ്. ഇനി അണ്ടർലൈൻ ചെയ്ത സെന്റൻസ് ചോദിക്കാറുണ്ട്. The front office provides patient care round the clock, that is round the clock. മുഴുവൻ സമയവും എത്രയാ? That is 24 hours. 24 മണിക്കൂറും ഫ്രണ്ട് ഓഫീസ് പേഷ്യന്റിന് കെയർ കൊടുക്കുന്നുണ്ട്, സർവീസ് കൊടുക്കുന്നുണ്ട്. The staff works in 3 shifts. ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ എത്ര ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്? അവര് 3 ഷിഫ്റ്റ് ആയിട്ടാണ്, 3 ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 24 hours അല്ലേ? അപ്പൊ എത്ര ഒരു ഷിഫ്റ്റിൽ എത്ര? ഒരു കണക്ക് ചോദിക്കാം. ഒരു ഷിഫ്റ്റിൽ എത്ര മണിക്കൂർ വരും?
24 hours ഉണ്ട്, 3 ഷിഫ്റ്റ് ആയിട്ടാ വർക്ക് ചെയ്യണേ. അപ്പൊ ഒരു ഷിഫ്റ്റിൽ ആളുകള് എത്ര ടൈം? ഓ വെരി ഗുഡ്, ദിബീഷ് I2 ഇട്ടിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ ശരണ്യ എല്ലാവരും തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും മാത്സ് അറിയാം അല്ലെ? എത്ര മണിക്കൂർ വർക്ക് ചെയ്യുന്ന ഒരു ഷിഫ്റ്റില്? 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി കേട്ടോ. ഓഫീസിലേക്ക് കയറാൻ താല്പര്യമുള്ളവര് 8 മണിക്കൂർ ജോലി ചെയ്താൽ മതി. അങ്ങനെ 3 ഷിഫ്റ്റ് ആയിരിക്കും. അങ്ങനെ 24 hours കിട്ടിയില്ലേ? സ്റ്റാഫ് വർക്ക്സ് ഇൻ 3 ഷിഫ്റ്റ്. ഇനി ഈ 2 ക്വസ്റ്റ്യൻ ചോദിച്ചാലും എത്ര പേരുണ്ട് നമ്മുടെ ക്ലാസ്സിൽ? 41 പേര് ഇവിടെ ജോയിൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. എല്ലാവരും ശരിയാവില്ലേ ഈ 2 ക്വസ്റ്റ്യന്റെ ആൻസറും? ഫ്രണ്ട് ഓഫീസ് 24 hours വർക്കിംഗ് ടൈം ഉണ്ട്. സ്റ്റാഫുകള് 3 ഷിഫ്റ്റ് ആയിട്ടാണ്, 3 ഷിഫ്റ്റ്, 3 ഷിഫ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നില്ലേ? നിങ്ങൾക്ക് ഫോളോ ചെയ്ത് പോകാൻ പറ്റുന്നില്ലേ? സ്പീഡ് കൂടുതലുണ്ടോ? കുഴപ്പമില്ലല്ലോ. നമുക്ക് ഏകദേശം ഒരു 2-2.5 പേജൊക്കെ വെച്ച് പോയാലാണ് നമുക്ക് നിങ്ങളുടെ ഇത്രയും നാള് പിന്നെ നമുക്ക് ടെക്സ്റ്റ് കിട്ടിയില്ലായിരുന്നു. ഇപ്പൊ ടെക്സ്റ്റ് ഉണ്ടല്ലോ, അത്യാവശ്യം പറയുന്നത് ടെക്സ്റ്റിൽ തന്നെ ഒന്ന് അണ്ടർലൈൻ ചെയ്തിട്ടാൽ മതി കേട്ടോ. നമുക്ക് എന്നാലാണ് ആ 3 മാസം കൊണ്ട് നമുക്ക് ഈ ഫസ്റ്റ് സെക്കൻഡ് മോഡ്യൂൾ തീർക്കണ്ടേ. പോർഷൻസ് തീർന്നു കഴിഞ്ഞാൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് റിവിഷൻ തരാം. റിവിഷൻ എന്ന് പറഞ്ഞാൽ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ എടുത്തിട്ട് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് തന്നെ നമുക്ക് ഇതിൽ നിന്ന് ക്വസ്റ്റ്യൻസ്, എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ തന്നെ ചെയ്തു തരാം കേട്ടോ. മാക്സിമം നിങ്ങൾക്ക് ഞങ്ങളിൽ നിന്ന് എല്ലാ ഹെൽപ്പും ചെയ്തു തരാം. ഓക്കെ, നമ്മുടെ പോർഷൻസ് തീർന്ന് നമുക്ക് ഇപ്പൊ ക്ലാസ്സിൽ എല്ലാ ദിവസവും ചോദിക്കാനും നമുക്ക് അങ്ങനെ പറ്റില്ലല്ലോ. നമുക്ക് വളരെ ലിമിറ്റഡ് ടൈമാണ്. ഇത്രയും പോർഷൻസ് തീർക്കണം. നിങ്ങൾക്ക് അറിയാം, ടെക്സ്റ്റ് എടുത്താൽ തന്നെ അറിയാം അല്ലെ? അതാണ് നമ്മൾ പല ടീച്ചേഴ്സും അത് ഡിവൈഡ് ചെയ്ത് എടുത്തേക്കുന്നത്. നമ്മുടെ ഏകദേശം പോർഷൻസ് തീരുന്നതിന്റെ അനുസരിച്ച് നമുക്ക് പിന്നീടുള്ള ക്ലാസ് 2-3 ക്ലാസ്സുകൾ നമുക്ക് ബാലൻസ് അവിടെ കിട്ടിയാലാണ് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഒത്തിരി കുട്ടികൾ പറയാറുണ്ട് എക്സാമിന്റെ സമയത്ത് മിസ് റിവിഷൻ കിട്ടിയത് വളരെ എന്താ പറയാ, നല്ലൊരു ഇതായിരുന്നു, എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും ഇതിന് ചോദിച്ചപ്പോ ഈ ഒരു ചാപ്റ്റർ എടുക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാൻ നല്ലതല്ലേ അല്ലെ? അപ്പൊ നമുക്ക് മൊത്തത്തിൽ ഒരു റിവിഷൻ ആവും. നിങ്ങൾക്ക് അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ഒരു 2 പേജ് 2.5 പേജ് എങ്കിലും ഒരു ദിവസം കവർ ചെയ്യണം. നിങ്ങൾക്ക് സ്പീഡ് കൂടുതലുണ്ടോ? ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ? ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഓക്കെ അല്ലേ? ഇത്രയും നമ്മൾ എടുത്ത അത്രയും വരെ ഓക്കെ ഓക്കെ ഒന്നല്ലേ? ഇനി ഇന്ന് തന്നെ വായിക്കണ കാര്യം മറക്കണ്ട കേട്ടോ. ഫസ്റ്റ് ക്ലാസ്സോട് നിങ്ങൾക്ക് ഞാൻ പറയുന്നതാണ്, നിങ്ങൾ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടി എന്താ? പറ്റുന്നവര് നമ്മുടെ ലൈവ് ക്ലാസ്സിൽ കയറുക. ഇനി ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവര് റെക്കോർഡ് ക്ലാസ് കാണുക. അതിനുശേഷം ഒരു പ്രാവശ്യം നിർബന്ധമായിട്ടും വായിച്ചു വെക്കുക. അപ്പൊ പിന്നെ എക്സാമിന് പേടിക്കണ്ട. നമ്മൾ ക്ലാസ്സിൽ അത്യാവശ്യം പറഞ്ഞ് കേൾക്കുന്നുണ്ട്, ഒരു പ്രാവശ്യം വായിക്കും കൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ മനസ്സിലേക്ക് അത് കിട്ടിക്കോളും. പിന്നെ ആൻസർ അവിടെ ഉണ്ടല്ലോ, നമ്മൾ സെലക്ട് ചെയ്താൽ മതി. ആ സമയത്ത് നമ്മൾ സെലക്ട് ചെയ്ത് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്തത് ചെറിയൊരു സെക്ഷൻ തുടങ്ങി വെക്കണം. ഇനി കുറച്ചും കൂടെ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൽ. ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ തീർക്കാവുന്ന കാര്യമാണ്. ഓക്കെ, ഹോസ്പിറ്റൽ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് ഓർ ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. ഇവിടെ എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ഈ ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ്സ് അല്ലെങ്കിൽ ഫ്രണ്ട് ഓഫീസിലെ സ്റ്റാഫ്, ഇവരൊക്കെ അറിയപ്പെടുന്ന മറ്റു പേരുകൾ എന്തൊക്കെയാണെന്നുള്ളത്. ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. Front desk executives also known as hospital receptionist. ഫ്രണ്ട് ഡെസ്ക് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാലും ഹോസ്പിറ്റൽ റിസപ്ഷനിസ്റ്റ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ്. രണ്ടുപേരും സെയിം ആണ്. A hospital front office executive is a person who work in the hospital front office. ആരാണ് ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞത്? ആരാണ് ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആള് അല്ലെ? ഫ്രണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്ന പേഴ്സൺ ആണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. അവരെന്താ ചെയ്യണ്ടേ? മാനേജ് വേരിയസ് ടാസ്ക്. ഇപ്പൊ നമ്മൾ കുറെ പഠിച്ചില്ലേ അല്ലെ? പേഷ്യൻസിനെ നല്ല രീതിയിൽ, അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് അല്ലെ? പേഷ്യൻസിനെ ഫസ്റ്റ് വരുന്നത് നമ്മുടെ കയ്യിലേക്കാണ്. ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസ് ആദ്യം എത്തുന്നത് നമ്മുടെ കയ്യിലേക്ക്. എന്നിട്ടാണ് ഡോക്ടറിന്റെ അടുത്തേക്കും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റിലേക്കും ഡയഗ്നോസ്റ്റിക്കിലേക്കും മറ്റുള്ള സെക്ഷനിലേക്കൊക്കെ പോകുന്നത്, ഫാർമസിയിലേക്കൊക്കെ പോകുന്നത്. ആദ്യം നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പൊ ആദ്യം കിട്ടുമ്പോൾ നമ്മൾ മര്യാദയ്ക്ക് നോക്കണ്ട അവരെ അല്ലെ? ആദ്യം നമ്മുടെ കയ്യിലാണ് കിട്ടണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മൾ മര്യാദയ്ക്ക് നല്ല രീതിയിലൊക്കെ പറയുമ്പോൾ അവർ അടുത്തടുത്ത രീതികൾ പോകും. നമ്മൾ മോശമായിട്ട് പെരുമാറി അവർ ആ വന്ന വഴി തന്നെ പോകും അല്ലെ? അപ്പൊ നമ്മളൊരു വലിയൊരു കാര്യമല്ല അവിടെ ചെയ്യണത്
അല്ലെ? ഹോസ്പിറ്റലിന്റെ നല്ലൊരു ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, നല്ലൊരു പ്രോഫിറ്റിന് വേണ്ടിയിട്ട് നമ്മുടെ വായിക്കെടുക്കുന്ന നാക്ക് അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ സംസാര രീതിയും കൊണ്ട് ഒത്തിരി ആളുകൾ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് വരും. ഇപ്പൊ നമ്മൾ നല്ലോണം സംസാരിച്ച് നല്ല കസ്റ്റമറുമായിട്ടൊക്കെ പേഷ്യൻസുമായിട്ട് നല്ല ഡീലിങ്സ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മളും നമ്മുടെ റിലേറ്റീവ്സിനോട് പറയില്ല, ആ ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി കേട്ടോ, അവിടെ നല്ല ഇതാണ്, ട്രീറ്റ്മെന്റ് കാര്യം ബെറ്റർ ആണ്, എല്ലാം നമ്മളൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട്, നല്ല സർവീസ് തരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ആളുകൾ കൂടി നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വരും. അപ്പൊ നമ്മളാണ് ശരിക്കും കണ്ടോ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്സിന് അത്രയും ഒരു റോൾ ഉണ്ട്. ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന വ്യക്തിയാണ് ഹോസ്പിറ്റൽ ഫ്രണ്ട് ഓഫീസ് എക്സിക്യൂട്ടീവ്. അണ്ടർലൈൻ ചെയ്ത സെന്റൻസ്. Hospital front office executive is a person who works in the hospital front office and manage various tasks. കണ്ടോ പല പല ടാസ്കുകൾ മാനേജ് ചെയ്യുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്താ? പേഷ്യൻസിനെ ഹാൻഡിൽ ചെയ്യുക അല്ലെ? പല പല ടാസ്കുകൾ ഹാൻഡിൽ ചെയ്യുന്നു. ഇനി ഓക്കെ, 2-3 മിനിറ്റ് വൈകിയാണ് നമ്മൾ ഇന്ന് ക്ലാസ് തുടങ്ങിയത്. ഓക്കെ, കുഴപ്പമില്ല, എന്നാൽ അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർക്കാം കേട്ടോ. ഓക്കെ, സമയമായില്ലേ? ഓക്കെ, ഇന്ന് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. കുറച്ച് പേരൊക്കെ അതിന്റെ ഇടയ്ക്ക് ലെഫ്റ്റ് ആയി പോയി, അവർക്ക് തിരക്കുണ്ടാവും അല്ലെ? ഓക്കെ, ബാലൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഈ നെക്സ്റ്റ് നമുക്ക് ഇന്ന് ഫ്രൈഡേ ഉണ്ടല്ലോ, ഫ്രൈഡേ നമുക്ക് ഈ ചാപ്റ്റർ അങ്ങ് തീർക്കാം. ഓക്കെ, താങ്ക് യു.